ഡിഫിക്കൽട്ടായിട്ടുള്ള നമുക്ക് പോയിട്ട് ഒരു വർക്ക് ചെയ്യാനൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള അന്തരീക്ഷമുള്ള സ്ഥലങ്ങളൊക്കെ വാസ്തവത്തിലൊന്ന് സൊമാലിയ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പണ്ട് മുതലേ അങ്ങനെ ഒരു 10-20 വർഷം മുമ്പ് തന്നെ തുടങ്ങിയ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്. അത് സൊമാലിയ ഒരു വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഹ്യൂമാനിറ്റേറിയനിസം എന്ന് പറയുന്നത് എപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് സൊമാലിയ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, അതും ഇതുപോലത്തെ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടെറൈനാണ്. കോംപ്ലക്സ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസും റിലീജിയസ് ഇഷ്യൂസും ഒക്കെ കൂടിക്കൊഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് ഒരു കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് ഹ്യൂമാനിറ്റേറിയൻസിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ മാത്രമേ വാസ്തവത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന ജോലിക്ക് ഒരു വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അത് നടത്താനെങ്കിലും പോലും പറ്റത്തുള്ളൂ. ഇങ്ങനെ ഈ പരിക്കേറ്റ ആൾക്കാരെയോ അല്ലെങ്കിൽ രോഗമുള്ള ആൾക്കാരെയോ ചികിത്സിക്കാൻ പോവുകയോ അല്ലെങ്കിൽ സഹായിക്കാൻ പോകുന്നവരെയൊക്കെ ശത്രുക്കളായിട്ടോ ഇല്ലെങ്കിൽ അവരെ തന്നെ ഒരു റിസോഴ്സ് ആയിട്ടോ കാണുന്ന ഒരു സമൂഹം ഇപ്പുറത്തുണ്ടെങ്കിൽ നമ്മുടെ ആ വർക്ക് ഭയങ്കര എന്തിനാണ് ഈ ജോലി എന്നൊക്കെ പലപ്പോഴും ആലോചിച്ചു പോകും. റിസോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഒക്കെ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ പുറത്തുനിന്ന് വരുന്ന ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകും. എന്നിട്ട് അവരെ ബന്ദികളാക്കിയിട്ട് റാൻസം ചോദിക്കും. ഈ പറയുന്ന അവരെ വിടണമെങ്കിൽ പൈസ ചോദിക്കുന്ന ഏർപ്പാട്, അല്ലെങ്കിൽ അതുപോലെ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒക്കെ അവർ ചോദിക്കുന്ന ഏർപ്പാട്, ഈ ഹ്യൂമാനിറ്റേറിയൻ വർക്കിന് വേണ്ടി കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോവുക, നമ്മളെ തോക്കിന് മുന്നിൽ നിർത്തിയിട്ട് അവർക്ക് വേണ്ട ജോലികൾ ചെയ്യിപ്പിക്കുക. ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഹ്യൂമാനിറ്റേറിയൻ വർക്കേഴ്സിനെ തന്നെ ഒരു റിസോഴ്സായിട്ടും അവരുടെ കാര്യങ്ങൾ നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളായിട്ടും മാറ്റിക്കളയുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അതിനിപ്പോൾ ഈ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കും അതുപോലെ തന്നെ അന്നത്തെ കോങ്കോ ഏകദേശം അതുപോലെയൊക്കെ ആയിരുന്നു. ഇത് വർക്ക് ചെയ്യാനായി മാത്രമല്ല ഈ സ്ഥലങ്ങളിലെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ നമുക്ക് ഈ ബോംബുകൾക്കിടയിലോ മിസൈലുകൾക്കിടയിലോ വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല. ഒരു മിസൈലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി നമ്മുടെ തലയിലൊക്കെ വന്ന് വീണാലോ അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അതിൻ്റെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നമ്മൾ ആ കെട്ടിടത്തിനകത്ത് തന്നെ ഒന്ന് വീണാലോ അതിന് പുറത്ത് വീണാലോ ഒക്കെയാണ് നമുക്ക് ഒരു മരണമൊക്കെ എത്തുക. ഒരു ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന കാര്യമായി മാത്രമേ ഞാൻ പരിഗണിക്കാറുള്ളൂ. കാരണം നമ്മൾ തിരുവനന്തപുരത്തെ റോഡൊക്കെ നമുക്കറിയാം. ഇവിടെ ഒരു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു 40 മുതൽ 60 മേജർ സർജറി നമ്മൾ ചെയ്യാറുണ്ട്. ഇതിനകത്തൊരു ഓർത്തോപെഡിക്സിന് മാത്രമായിട്ട് മൊത്തമായി എടുത്തു കഴിഞ്ഞാൽ 100-ൽ കൂടുതലൊക്കെ വരും. ഇതിലെല്ലാം ഒരു 80-90% റോഡ് ട്രാഫിക് ആക്സിഡൻ്റാണ്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ജീവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ അവിടെ ജീവിക്കുന്നതിനെക്കാട്ടിയും ഡേഞ്ചറസ് ആണ്. നമ്മൾ തിരിച്ചറിയാറില്ലെന്നേ ഉള്ളൂ. മരിക്കാനോ അല്ലെങ്കിൽ പരിക്കേൽക്കാനോ സാധ്യത കൂടുതൽ ഒരു പക്ഷേ തിരുവനന്തപുരത്തെ റോഡുകളിൽ നമ്മൾ ഇവിടെ ജീവിക്കുന്ന സ്ഥലത്തായിരിക്കും വാസ്തവത്തിൽ അതിനെ കൂടുതലുണ്ടാവുന്നത്. പക്ഷേ ഈ സ്ഥലങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആൾക്കാരുടെ കയ്യിൽ തോക്കുണ്ടെന്നുള്ളതാണ്. കാരണം തോക്ക് അത്രയ്ക്കും അവൈലബിളാണ്. ലൈസൻസിനോ പിറന്ന ലൈസൻസിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഭാഗങ്ങളിലൊക്കെ തോക്കും ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും സുലഭമായി കിട്ടുന്ന 2 കാര്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒന്ന് കൊക്കക്കോളയും ഒന്ന് AK-47 അതൊക്കെ എല്ലാവരുടെയും കയ്യിൽ എന്തായാലും കാണും. ഇതിനപ്പുറത്തേക്കാണ് ബാക്കി മെഷീൻ ഗണ്ണും ബസൂക്കുകളും ഒക്കെ കൊണ്ട് ആളുകൾ ഓടിക്കൂടെ നടക്കുന്നത്. അപ്പോൾ ഒരു ആയുധം കൊണ്ട് നടക്കാൻ പറ്റുകയും അതിനാരും ചോദ്യം ചെയ്യാതിരിക്കുകയും അപ്പോൾ തീർച്ചയായിട്ടും അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളരെ ഓപ്പണായിട്ടുള്ള ഒരു സൊസൈറ്റിയാണ്. ഈ പറഞ്ഞ ആയുധം അധികമൊന്നും ഇല്ലാതിരിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട്, ആയുധമുള്ള ആൾക്കാരുമുണ്ട്. അപ്പോൾ ഒരു പവർ ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ തോക്കുള്ളവന് ഉള്ള പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മൻസ്ലി പവർഫുള്ളാണ്.
അപ്പോൾ കക്ഷിക്ക് ഇത് ഇഷ്ടമില്ലാതെ വെറുതെ ചുമ്മാ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായ വ്യത്യാസം, ചായ കുടിക്കുന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായ ഒരുത്തനെ റോഡിൽ കണ്ടു കഴിഞ്ഞാൽ അന്ന് അവൻ്റെ തോക്കില്ലെങ്കിൽ അവൻ മരിച്ചു. അച്ഛനെ കൊന്നവൻ തിരിച്ച് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ മാർക്കറ്റിൻ്റെ അങ്ങേയറ്റത്ത് കൂടെ നടന്നു വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങേറ്റത്ത് നിന്ന് ആ ബസ്സൂക്ക് എടുത്തൊരു കാച്ചിലാണ്. ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരെയൊന്നും ആലോചിക്കില്ല. അപ്പോൾ ഈ കയ്യിൽ തോക്കുമായി നടക്കുന്ന, ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുകയും അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കോൺസിക്വൻസസും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിടയ്ക്കും ജോലി ചെയ്യാൻ വളരെ എക്സ്ട്രീംലി ഡിഫിക്കൽട്ടായൊരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ജോലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഈ ജോലിക്കിടയിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്ന നമ്മൾ മാനസിക സംഘർഷമൊക്കെ അനുഭവിക്കുന്നതും ഒക്കെയുള്ള സ്ഥലം വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഇത്രയും കാലത്തിനിടയിൽ ഗാസ തന്നെയാണ്. ഗാസയാണ് അതിനകത്ത് ഒരു സമൂഹം മൊത്തമായിട്ട് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുമ്പോഴും ബേസിക്കലി ജനോസൈഡാണ്.